കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലുണ്ടായത് വമ്പൻ വാക്പോരാണ്. സത്യം പറഞ്ഞാൽ വലിയ വിവാദങ്ങളിലേക്കാണ് ഈ ചർച്ച ചെന്നെത്തിയത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ പരാമർശങ്ങളാണ് വിവാദത്തിലായത്. പ്രസംഗത്തിനിടെ ഖലിസ്ഥാൻ തീവ്രവാദി അമൃത്പാൽ സിംഗിനെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു ചന്നിയുടെ പരാമർശം. മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJP എംപിയുമായ രവനീത് സിംഗ് ബിട്ടുവിനെതിരെയും ചന്നി പരാമർശം നടത്തി. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് രവനീത് ബിട്ടു. ബിയാൻ സിംഗ് രക്തസാക്ഷിയാണ്. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചത് ബിട്ടു BJPയിൽ ചേർന്നപ്പോഴാണെന്നാണ് ചന്നി പറഞ്ഞത്. ബിയാൻ സിംഗ് ചണ്ഡീഗഡിലെ ചാവേർ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണവും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകെയുള്ള വ്യത്യാസം നിറത്തിലുള്ളതാണ്. ഏകാധിപത്യ സ്വഭാവമാണ് മോദി സർക്കാരിനുള്ളതെന്നും ചന്നി തുറന്നടിച്ചു. അതേസമയം ചന്നിയുടെ പരാമർശങ്ങൾ ബിട്ടുവിനെ ചൊടിപ്പിച്ചിരുന്നു. എന്റെ മുത്തച്ഛൻ ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല, രാജ്യത്തിനു വേണ്ടിയാണ് രക്തസാക്ഷിത്വം വരിച്ചതെന്നാണ് ബിട്ടു പറഞ്ഞത്. പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിയ മുഖ്യമന്ത്രിയാണ് ചന്നി. ലൈംഗികാതിക്രമ കേസും അദ്ദേഹത്തിനെതിരെയുണ്ട്. നിറത്തിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് സോണിയാഗാന്ധിയെ കുറിച്ചായിരിക്കും. സോണിയ ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്ന് ആദ്യം കോൺഗ്രസ് തെളിയിക്കട്ടെ എന്നാണ് ബിട്ടു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അതേസമയം സോണിയാഗാന്ധിക്കെതിരായ പരാമർശത്തിന് പിന്നാലെ ബിട്ടുവിനെതിരെ പോർവിളിയുമായി പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്നായിരുന്നു പോർവിളി. ഈ സമയം ബിട്ടു വെല്ലുവിളി ഏറ്റെടുത്ത പിന്നാലെ പോവുകയും ചെയ്തു. എന്നാൽ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ തടയുകയായിരുന്നു. സമാധാനം പാലിക്കാൻ അദ്ദേഹത്തോട് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തു. ബിട്ടു 3 തവണ കോൺഗ്രസ് ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ബിട്ടു കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയത്. ലുധിയാനയിൽ നിന്ന് മത്സരിച്ച ബിട്ടു നേരത്തെ തോറ്റിരുന്നു. പക്ഷേ അദ്ദേഹത്തെ രാജ്യസഭയിൽ എത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. സഹമന്ത്രി സ്ഥാനവും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അതേസമയം ചന്നിയുടെ പരാമർശമാണ് ഇതിനിടെ വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചത്. അമൃത്പാൽ സിംഗിനെ ജയിലിലിട്ടത് അടിയന്തരാവസ്ഥയോടാണ് ചന്നി താരതമ്യം ചെയ്തത്. ചന്നിയുടെ പരാമർശം ലോക്സഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. കോൺഗ്രസിന് ഖലിസ്ഥാൻവാദികളോട് മൃദു സമീപനമാണെന്ന് BJP ആരോപിച്ചു. ഇന്ദിരാഗാന്ധിയെ വധിച്ചത് ഖലിസ്ഥാനികളാണ്. എന്നിട്ടും കോൺഗ്രസിന് സ്നേഹം അവരോടാണെന്നാണ് BJP വക്താവ് ഷഹ്സാദ് പൂനാവാല പറഞ്ഞത്. രാഹുൽ ഇതിന് ഉത്തരം പറയണമെന്നും പൂനാവാല ആവശ്യപ്പെട്ടു. അതേസമയം ചന്നിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിന്റേതല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പരാമർശം മാത്രമാണെന്നായിരുന്നു ജയറാം രമേശിന്റെ പ്രതികരണം. അതേസമയം കേന്ദ്ര ബജറ്റ് വിവേചനപരവും അപകടകരവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് 4 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം വെല്ലുവിളിയുമായി രംഗത്ത് വന്നത്. കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമായിരുന്നു. കേന്ദ്ര സർക്കാർ പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണിത്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത്. ജൂലൈ 27-ന് ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് നീതി ആയോഗ് യോഗം ചേരുക.